നമസ്കാരം, ആസ്ട്രോ ലൈഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് കുംഭക്കൂറിൽ വരുന്ന രാഹുവിന്റെ പ്രഭാവമുള്ള ചതയം നക്ഷത്രത്തിന്റെ 2026 വിശേഷങ്ങളാണ്. ശതഭിഷക് അഥവാ 100 ഭിഷഗ്വരന്മാർ കാവലുള്ള നക്ഷത്രം എന്നാണ് ഇതിനർത്ഥം. പ്രതിസന്ധികളെ അതിജീവിക്കാനും രോഗശാന്തി നേടാനും സവിശേഷമായ കഴിവുള്ള ചതയം നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. രാഹുവാണ് നക്ഷത്രാധിപൻ. വരുണദേവനാണ് അധിദേവത. ചിഹ്നം വട്ടം അല്ലെങ്കിൽ പൂവ്. ഇത് അനന്തതയെയും സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നു. സ്വഭാവം വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരും ഗവേഷണ ബുദ്ധിയുള്ളവരുമായിരിക്കും. രഹസ്യങ്ങൾ സൂക്ഷിക്കാനും മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. നക്ഷത്രാധിപനും ദേവതയും. നക്ഷത്രാധിപൻ രാഹു. രാഹുവിന്റെ സ്വാധീനം കാരണം ഇവർക്ക് അസാധാരണമായ ചിന്താഗതിയും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള കഴിവും വിദേശ ബന്ധങ്ങളും ഉണ്ടാകും. അധിദേവത വരുണദേവൻ. പ്രപഞ്ചത്തിലെ ജലത്തിന്റെയും സമുദ്രങ്ങളുടെയും അധിപനാണ് വരുണൻ. ഇതുകൊണ്ട് തന്നെ ഇവർക്ക് ആഴത്തിലുള്ള അറിവും വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവും ലഭിക്കുന്നു. സ്വഭാവ സവിശേഷതകൾ. രഹസ്യ സ്വഭാവം. സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരോട് പെട്ടെന്ന് വെളിപ്പെടുത്താത്തവരാണിവർ. എന്നാൽ മറ്റുള്ളവരുടെ മനസ്സിലെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. തെറ്റായ കാര്യങ്ങൾ കണ്ടാൽ പ്രതികരിക്കാനും സത്യത്തിനു വേണ്ടി നിലകൊള്ളാനും ഇവർ മടിക്കില്ല. എന്തും ആഴത്തിൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ശാസ്ത്രം, തത്വചിന്ത, ജ്യോതിഷം എന്നിവയിൽ ഇവർക്ക് താല്പര്യം കൂടുതലായിരിക്കും. ഏകാന്തത ഇഷ്ടപ്പെടുന്നവർ. തിരക്കുകളിൽ നിന്ന് മാറി കുറച്ചു സമയം തനിയെ ഇരിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു. ഡോക്ടർമാർ, ഫാർമസിസ്റ്റുകൾ, ശാസ്ത്രജ്ഞർ, ജ്യോതിഷികൾ, പൈലറ്റുമാർ, IT വിദഗ്ധർ എന്നീ നിലകളിൽ ഇവർ തിളങ്ങും. രാഹുവിന്റെ സ്വാധീനത്താൽ സാങ്കേതിക വിദ്യയിലൂടെയും വിദേശ ഇടപാടുകളിലൂടെയും ഇവർക്ക് നല്ല ധനലാഭമുണ്ടാകും. ആരോഗ്യ സവിശേഷതകൾ. ശതഭിഷയ്ക്കായതുകൊണ്ട് തന്നെ രോഗങ്ങളെ ചെറുക്കാനുള്ള മികച്ച ശേഷി ഇവർക്കുണ്ട്. എന്നാൽ വാദം, സന്ധി സംബന്ധമായ അസുഖങ്ങൾ എന്നിവ വരാതെ ശ്രദ്ധിക്കണം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വർഷം രാഹു ദോഷങ്ങൾ കുറയ്ക്കാനും വരുണദേവന്റെ അനുഗ്രഹത്തിലൂടെ ഐശ്വര്യം നേടാനുമുള്ള പരിഹാരങ്ങൾ താഴെ വിശദമായി നൽകുന്നു. ചതയം നക്ഷത്രത്തിന്റെ അധിപൻ രാഹു ആയതുകൊണ്ട് നാഗദൈവങ്ങളെ ആരാധിക്കുന്നത് ഏറ്റവും പ്രധാനമാണ്. ആയില്യ പൂജ. മാസത്തിലെ ആയില്യ നക്ഷത്ര ദിവസം നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും പാൽ, മഞ്ഞൾപ്പൊടി എന്നിവ സമർപ്പിക്കുകയും ചെയ്യുന്നത് രാഹുദോഷം കുറയ്ക്കാൻ സഹായിക്കും. സർപ്പബലി. സാമ്പത്തികമായ തടസ്സങ്ങളോ തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നവർ നാഗരാജാവിന് സർപ്പബലി വഴിപാടായി നൽകുന്നത് ഉത്തമമാണ്. ശിവഭജനം. മാനസിക സമാധാനത്തിന്. രാഹുവിന്റെ കാഠിന്യം കുറയ്ക്കാൻ ശിവഭജനം അത്യുത്തമമാണ്. ധാരയും പിൻവിളക്കും. ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാരയോ പിൻവിളക്കോ വഴിപാടായി കഴിക്കുന്നത് മാനസികമായ ആകുലതകൾ മാറാൻ സഹായിക്കും. ശിവപഞ്ചാക്ഷരി മന്ത്രം. ദിവസവും ഓം നമ ശിവായ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. അപ്പോൾ 100 നക്ഷത്രങ്ങളുടെ കരുത്തുള്ള ചതയം നക്ഷത്രക്കാർക്ക് ഈ വർഷം വലിയ മാറ്റങ്ങളുടെയും രോഗശാന്തിയുടെയും വർഷമാണ്. രാഹുവിന്റെയും വരുണദേവന്റെയും അനുഗ്രഹത്തിനായി വീഡിയോയിൽ പറഞ്ഞ പരിഹാരങ്ങളും മന്ത്രജപങ്ങളും ഭക്തിയോടെ ശീലിക്കുക. ആത്മവിശ്വാസത്തോടെ മുന്നേറിയാൽ വിദേശയാത്ര ഉൾപ്പെടെയുള്ള നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങൾ ഈ വർഷം യാഥാർത്ഥ്യമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ചതയം നക്ഷത്രക്കാരായ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്തുക. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ആസ്ട്രോ ലൈഫ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വ്യാഴത്തിന്റെ പ്രഭാവമുള്ള ഐശ്വര്യദായകമായ നക്ഷത്രം പൂരുരുട്ടാതിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.